നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, വളരെ ലളിതമായൊരു കാര്യം, 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സ്വർഗരാജ്യമായി തീരും. 3 കാര്യങ്ങൾ. 1, നീതി, അല്ലേ? ലോകത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ആരാണ്? നീതിമാനാണ്, സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആര്? നീതിമാൻ. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിമാനാകണമെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച് തന്ന ഓരോ കൽപ്പനകളും ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കണം. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നിറവേറുന്നതിന് വേണ്ടി ഒരിക്കലും ദൈവത്തെ അന്വേഷിക്കരുത്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയാതെ നമ്മുടെ കർത്താവ് അറിയുമെന്ന ആ ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. അപ്പോഴുണ്ടാകുന്ന ഗുണം എന്താണ്? നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും, അല്ലേ? നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടായാൽ നമ്മുടെ ജീവിതം പിന്നെ സ്വർഗ്ഗമാണ്. വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ സാധിക്കുന്നവന് ജീവിതകാലം മുഴുവൻ സ്വർഗ്ഗമാണ്. ഒരു സംശയമില്ല. അവന് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നില്ല, അവന് നാളെക്കുറിച്ചുള്ള ചിന്തകളില്ല. എനിക്കുള്ളത് മതി, ആ ഉള്ളത് മതി എന്ന ചിന്ത. അതുകൊണ്ടാണ് പറയുന്നത് നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കണം, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന ദാഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തൃപ്തി വരും. ആ തൃപ്തി വരുമ്പോൾ നമ്മുടെ ജീവിതം സുഖകരമായി തീരും. 2, സമാധാനത്തിന് വേണ്ടി അലയുന്നൊരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് എന്താ? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ കർത്താവ് നൽകിയ സമാധാനം നമുക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലായ്മയൊക്കെ സൃഷ്ടിക്കുന്നത് ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ്, അതിനൊരു സംശയമില്ല. അപ്പോൾ കർത്താവ് നൽകുന്ന ആ സമാധാനം നമുക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ, അല്ലേ, കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്. ആണല്ലോ, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആ സമാധാനം കണ്ടെത്തും. എനിക്ക് സമാധാനമില്ലെന്ന് പറയുകയല്ല വേണ്ടത്, സമാധാനപ്രഭുവായ ദൈവം എന്നിൽ വസിക്കുന്നുവെങ്കിൽ സമാധാനം എന്നിലുണ്ടാകും. സമാധാനമില്ലെന്ന് പറയുന്നവൻ, എനിക്ക് സമാധാനമില്ലെന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അയാളെ ഞാൻ അവിശ്വാസിയെന്ന് വിളിക്കും. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പറയുന്നത് മുഖവിലേക്ക് എടുക്കണ്ട, 100% ആരും വിശ്വസിക്കേണ്ട. ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ, ഞാൻ സത്യം പറയണം, നോണല്ല ഞാൻ പറയണം. ഞാൻ ഇവിടെ നിന്ന് പറയണം, എത്രയോ വിശുദ്ധന്മാരിൽ നിന്ന് പ്രസംഗിച്ച ഒരു സ്ഥലമാണത്, അല്ലേ? ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പണ്ടത്തെ പ്രതാപമൊക്കെ ഗത്സമനേക്ക് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. വരട്ടെ. ഒരാളിനെ നമ്മൾ വിളിക്കണ്ട. നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുകയാണോ, നമ്മൾ സത്യസന്ധമായിട്ട് ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുകയാണോ, തന്നെ ആൾക്കാർ വരും. അപ്പോൾ ഒരു വചനല്ലേ, ഭൂമിയിൽ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആകർഷിക്കപ്പെടും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിത് പിന്നാലെ വാ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവർ ആരും വിളിച്ചില്ലെങ്കിലും അകത്ത് വന്നിരിക്കും. പക്ഷേ നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടണമെങ്കിൽ സമാധാനമുണ്ടാക്കുന്നവരായി മാറണം. സമാധാന പ്രഭുവായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, ആ കർത്താവ് എനിക്ക് സമാധാനം നൽകിയിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കില്ല. നമ്മുടെ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. അപ്പോൾ 1 ഞാൻ പറഞ്ഞു നീതി, 2 സമാധാനം, 3 പരിശുദ്ധാത്മാവിൽ സന്തോഷം തേടി അലയേണ്ട കാര്യമില്ലല്ലോ. കാരണം സന്തോഷം എന്താണ്? പരിശുദ്ധാത്മ ഫലങ്ങളിൽ ഒന്നായ സന്തോഷം. നമ്മൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. എനിക്ക് സന്തോഷമില്ലെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നിൽ പരിശുദ്ധാത്മാവില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളായ സന്തോഷം എന്നിലില്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ വിശ്വാസിയാവുക? കാരണം എനിക്ക് ഒന്നിൻ്റെയും കുറവില്ല. എനിക്ക് എന്തിനേലും കുറവുണ്ടോ? വേദപുസ്തകം പറഞ്ഞത് നമുക്കറിയാം. ഞാൻ പറഞ്ഞത് വേദപുസ്തകത്തിൽ പുതിയ കാര്യങ്ങളൊന്നുമല്ല, വെറും ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എന്തോ പുതിയ കാര്യങ്ങൾ ഇവിടെ പറയാനുള്ളത്? 10,000-2000 വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്ന കാര്യങ്ങൾ വീണ്ടും പറയുന്നു. നമ്മൾ എല്ലാ ആഴ്ചകളും അതൊന്ന് ഓർത്തെടുക്കുന്തോറും നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ പ്രായോഗികമാക്കാൻ നമുക്ക് കഴിയണം. ശ്രമിച്ചാൽ പോരാ, നമ്മൾ ചെയ്യണം. ശ്രമിച്ചതൊന്നും നടക്കില്ല. ഞാൻ ശ്രമിക്കട്ടെ എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞത് നടക്കില്ല എന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യേണ്ട വേണം. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു ഭവനം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ഞാനിത് ചെയ്യണം. അപ്പോൾ സന്തോഷം നമ്മൾ തേടി കണ്ടുപിടിക്കേണ്ട ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിലുള്ള ഒന്നാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ സന്തോഷമുള്ളവരായി തീരുന്നത്. അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി തേടിയാലേ അല്ല. എൻ്റെ ഉള്ളിൽ സന്തോഷവും സന്താപവും ഒക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും എൻ്റെ അകത്തിരിക്കുന്നുണ്ട്.
അല്ലേ? നമ്മൾ എൻ്റെ ചിന്ത, ഞാൻ ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോഴും ഞാൻ ചിന്തിക്കണം, ഞാൻ ദൈവത്തെ വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തെ വഹിച്ചുകൊണ്ടല്ലേ നടക്കുന്നത്. എനിക്ക് എന്തിൻ്റെ കുറവ്? പൊന്നും വെള്ളിയും എൻ്റേത്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും എൻ്റേത് എന്ന് പറഞ്ഞ കർത്താവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. പിന്നെ എനിക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കർത്താവെ എനിക്ക് തരണേ 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 എന്ന് പറയണതിൽ എന്തർത്ഥം? ചിന്തിച്ച് നോക്കിയാൽ വളരെ എളുപ്പമാണ്, അല്ലേ? ക്രിസ്തുവിൻ്റെ കൽപ്പനകളും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും വളരെ ലളിതമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് തല മുണ്ണാക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. വളരെ ലളിതമായ ചില കാര്യങ്ങൾ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു. അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമ്മൾ തയ്യാറാകാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം? അപ്പോൾ സന്തോഷം തേടി അലയേണ്ട കാര്യമല്ല, നമ്മുടെ ഉള്ളിൽ അതുണ്ടെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവോടുകൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം, നമ്മുടെ ഭവനം ദൈവരാജ്യമായി മാറുന്നത്, അല്ലേ? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളും ദൈവരാജ്യമായി തീരണമെങ്കിൽ ഒന്നും വേണ്ട, IAS IPS ഒന്നും പഠിക്കണ്ട, ഒരുപാട് സമ്പാദിക്കണ്ട, നിങ്ങൾ സുന്ദരന്മാരും സുന്ദരിമാരും ഒന്നും ആവണ്ട, സമ്പത്തുള്ളവരും പ്രതാപികളൊന്നും ആവേണ്ട കാര്യമില്ല. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും നിങ്ങളുടെ കുടുംബത്തിലുണ്ടായാൽ മതി. ഈ മൂന്നും നമ്മുടെ കുടുംബത്തിലുണ്ടാവണമല്ലോ. നമ്മൾ ക്രിസ്തുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഈ മൂന്നും നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ അന്വേഷണങ്ങളൊക്കെ അവസാനിപ്പിക്കുക. പുറത്തേക്കല്ല ഇനി നോക്കേണ്ടത്, അകത്തേക്ക് നോക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ അകത്തേക്ക് നോക്കുമ്പോൾ തെളിഞ്ഞു കിട്ടുന്ന ചില സത്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും സുഖകരമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമ്മളൊക്കെ ഇന്ന് ദൈവം വെളിപ്പെടുത്തിയ ഒരു സത്യമാണെന്ന് വിചാരിച്ചോ? ദൈവം ഇന്ന് വെളിപ്പെടുത്തിയല്ല, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ദൈവം വെളിപ്പെടുത്തിയ കാര്യമാണ്. ഇന്ന് നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചൊരു സത്യമാണിതെന്ന് നമ്മൾ വിചാരിച്ചോ? നമ്മളൊക്കെ അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഗെത്സമനെ ഹോളൊക്കെ നിറഞ്ഞു കവിയും. ഒരു സംശയമില്ല. കാരണം ആൾക്കാർ യഥാർത്ഥ സന്തോഷം ഇത്ര ലളിതമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകും. അത് മനസ്സിലാകാതെയാണ് ജനങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഇത്രയും സിമ്പിൾ കാര്യങ്ങളതൊക്കെ. ഇതിന് തയ്യാറാകാതെ ജീവിതകാലം മുഴുവൻ അസ്വസ്ഥതകളും പേറിക്കൊണ്ടിങ്ങനെ നടക്കുക. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാ സാധനങ്ങളും, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ഡോക്ടർ ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഡോക്ടറോട് ചോദിച്ചു നോക്ക്, 80% രോഗങ്ങൾക്കും കാരണം ടെൻഷൻ അല്ലേ? ചോദിച്ചു നോക്ക്, പുള്ളി പറഞ്ഞു തരും. കാരണം എന്നേക്കാളും നന്നായിട്ട് പറയാനറിയാം അതിനെക്കുറിച്ചിട്ട്. എപ്പോഴെങ്കിലൊക്കെ ഒരു 2 വാർക്ക് ഇവിടെ വന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അല്ല, ഞാൻ പറയാം, എൻ്റെ ഒരു മനസ്സിലൊരു തോന്നിയ ചിന്ത പെട്ടെന്നൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും സുഖകരമാകും, നമ്മുടെ കുടുംബം തന്നെ ദൈവരാജ്യമാകും. നമ്മുടെ മക്കളൊന്നും ഓടിപ്പോവേ വഴി തെറ്റിപ്പോവൊന്നുമില്ല. ദൈവരാജ്യത്തിലെ മക്കളെ ആര് സൂക്ഷിക്കും? ദൈവം സൂക്ഷിക്കും. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ഹിതാനുസരണം ജീവിക്കണം. ഞാൻ ജീവിക്കാമെന്ന് ഇനി പറയണ്ട, അതങ്ങോട്ട് ചെയ്ത് കാണിക്കുക. വായ കൊണ്ടല്ല സുവിശേഷം പറയേണ്ടത്, ജീവിതം കൊണ്ട് പറയണം. ജീവിതം കൊണ്ട് സുവിശേഷം പറയുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാവുള്ളൂ. ഈ കൂടിയിരിക്കുന്നവരോട് നിങ്ങൾക്ക് എന്തോ കുറവുണ്ടെന്നല്ല ഞാൻ പറയേണ്ടത്, നിങ്ങളൊക്കെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നാണ് ഞാൻ പറയുള്ളൂ. എന്തിൻ്റെ കുറവാ? ഒന്നിൻ്റെ കുറവുമില്ല, ദൈവത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അതങ്ങോട്ട് തേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുഖകരമായി തീരും. അപ്പോൾ ഈ വാക്യം എല്ലാവരും ഓർക്കുക. നീതിയും സമാധാനവും എല്ലാവർക്കും അറിയണ വാക്യം തന്നെയാണ്. ആർക്കറിയാത്തത്? എല്ലാവർക്കും അറിയില്ലേ? എവിടെയാണെന്ന് ചോദിക്കരുത്. റോമർക്ക് എഴുതിയ ലേഖനത്തിലാണെന്ന് എനിക്കറിയാം, അപ്പോൾ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കറക്റ്റ് ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകും, അതുകൊണ്ട് ഞാൻ പറയണില്ല. നിങ്ങൾക്ക് അറിയണ വാക്യല്ലേ? എല്ലാവർക്കും അറിയണ വാക്യമാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ഉണ്ടോ? അതൊന്ന് സ്വയം പരിശോധിക്കുക. ഇത്തിരി പണിയെടുക്കണം, അല്ലേ? നമ്മുടെ കുടുംബം ദൈവരാജ്യമാകണമെങ്കിൽ ഇത്തിരി പണിയെടുക്കണ്ടേ? വെറുതെ പറ്റുമോ? വെറുതെ ഒന്നും നടക്കില്ല. കുറച്ച് പണിയെടുക്കാൻ നമ്മൾ തയ്യാറാണോ? ആയതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ചിന്താവിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.